അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത് അമൃതപ്പൊടി വെച്ചിട്ടാണ്. അമൃതപ്പൊടി വെച്ചിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു പലഹാരം, വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഈ അമൃതപ്പൊടി വെച്ചിട്ട് ആകുമ്പോൾ ഇത് മധുരം ഉണ്ടാവില്ലെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഒരു മധുരം ഇതിലേക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെ റെഡിയാക്കണമെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ താമസിയാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതുപോലെ അമൃതപ്പൊടിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ട് അതിൽ നിന്നൊരു ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അമൃതപ്പൊടി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പൊടിയാണ്, എല്ലാവർക്കും അറിയണതാണല്ലോ ഹെൽത്തി ആയിട്ടുള്ളൊരു പൊടിയാണെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് പൊടി നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ബൗളിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചെറിയൊരു സവാള കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് പൊടിക്ക് ചെറിയൊരു സവാള മതി. അപ്പോൾ വലുതാണെങ്കിൽ ഒരു പകുതിയൊക്കെ എടുത്താൽ മതിയാവും. അങ്ങനെ ഈ സവാള ഇട്ട് കൊടുത്തിട്ട് പിന്നെ 2 പച്ചമുളകും ചെറുതായിട്ട് ഇതേപോലെ മുറിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി ചതച്ചത് പിന്നെ കറിവേപ്പില ഇതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഉരുളൻകിഴങ്ങ് വേവിച്ചിട്ട് നല്ല ഉടച്ച ഉരുളൻകിഴങ്ങാണ് വേണ്ടത്. അപ്പം ഞാൻ അതിലേക്ക് ചെറിയ 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് നല്ല വേവിച്ച് ഉടച്ചിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലുതാണെങ്കിൽ ഒരു ഉരുളൻകിഴങ്ങ് മതി, ചെറുതായതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ തോലൊക്കെ കളഞ്ഞ് ഇതിൻ്റെ തോലൊന്നും ഇതിൽ പെട്ടിട്ടുണ്ട്, അതെടുത്ത് മാറ്റാം. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങ് വേവിച്ചുടച്ച ഈ ഉരുളൻകിഴങ്ങ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളൻകിഴങ്ങൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നല്ലൊന്ന് കുഴക്കാം. കൈ വെച്ച് കുഴക്കുമ്പോൾ ഈ മസാലകളൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിക്കോളും. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു കോഴിമുട്ട എടുത്തിട്ട് ഒന്ന് ചിക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എല്ലാം കുഴച്ചെടുത്തു. ഇനി നമുക്കത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് പരത്തിയെടുക്കണം. അത് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ടുണ്ട്, ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറഞ്ഞ ഒരു ഓയിലിൽ നമ്മൾ മീനൊക്കെ പൊരിക്കണ പോലെ പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ പരന്ന പാനൊക്കെ നിങ്ങളെടുത്തുണ്ടെങ്കിൽ ഇത് ഒന്നായിട്ടൊരു ട്രിപ്പിന് തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് 3 ട്രിപ്പായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗം തന്നെ മൊരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം നല്ല മൊരിച്ച് വേവിച്ചെടുക്കാം. കുറഞ്ഞൊരു തീയിലാണ് വെക്കേണ്ടത്, ഒരുപാട് ഗ്യാസ് തീ കൂട്ടി വെക്കണ്ട, അപ്പോൾ കരിഞ്ഞു പോകും. ഇത് 2 ഭാഗം ഇങ്ങനെ മറിച്ചിട്ട് നമുക്ക് മറിച്ചിട്ടും തിരിച്ചിട്ടും ഇതങ്ങനെ റെഡിയാക്കി എടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ഇനി ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കണം. ഇതിങ്ങനെ ചെയ്യാനായിട്ട് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറഞ്ഞൊരു ഓയിലുണ്ടെങ്കിൽ തന്നെ നമുക്കിതിങ്ങനെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അമൃതപ്പൊടി വെച്ചാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയേയില്ല, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്.
കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. അമൃതപ്പൊടിയൊക്കെ പിന്നെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. അപ്പോൾ നമ്മളിത് അങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും റെഡിയാക്കിയെടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള നല്ല അടിപൊളി അമൃതപ്പൊടി വെച്ചിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ വീഡിയോസും മിസ്സാതെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്.